സ്നേഹിക്കപ്പെട്ടവരെ, മലങ്കരയിൽ ഉടനീളം സമാധാനത്തിൻ്റെ ഒരു പ്രഭുവായി സഭയിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ഏറെ ത്യാഗം സഹിച്ചു. പല പള്ളികളിലും അദ്ദേഹം പോയി ജനങ്ങളെ വിളിച്ചുകൂട്ടി. ഭിന്നത പാടില്ല, ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടവർ ഭിന്നിച്ച് ജീവിക്കരുത് എന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം സമാധാനത്തെക്കുറിച്ചുള്ളതായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധനായ ബാവായെ നമ്മൾ സമാധാനത്തിൻ്റെ പ്രഭുവായ മോറാനെ എന്ന് എപ്പോഴും നമ്മളുടെ മധ്യസ്ഥതകളിലും നമ്മളുടെ പ്രാർത്ഥനകളിലുമൊക്കെ നാം അനുസ്മരിക്കുന്നത്. പല ദേവാലയങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹം അങ്ങനെ 1932 ജനുവരി മാസം അവസാനം മഞ്ഞനിക്കരയിൽ മോർ സ്തേഫാനോസ് പള്ളിയിലെത്തി. അവിടെ താമസിച്ചു വരുമ്പോൾ പരിശുദ്ധ പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു ദൈവസന്നിധിയിലേക്ക് തൻ്റെ പിതാക്കന്മാരോടുകൂടെ ചേർക്കപ്പെട്ടു. സ്നേഹിക്കപ്പെട്ടവരെ, ആ പുണ്യവാന്റെ ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അനേകം അത്ഭുതങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബലഹീനായ ഞാൻ പരിശുദ്ധ പിതാവിൻ്റെ സന്നിധിയിൽ ഡമസ്കോസിൽ ആയിരിക്കുന്ന നാളുകളിൽ എൻ്റെ ഒരു ഉറ്റ സ്നേഹിതൻ ഫിലിപ്പോസ് റമ്പാച്ചൻ, അദ്ദേഹം മൂസൽ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാർ പറഞ്ഞ ഒരു സംഭവം, പരിശുദ്ധ ഏലിയാസ് റദിയൻ ബാവായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഞാൻ ഓർത്തു പോകുകയാണ്. പരിശുദ്ധ പിതാവ് മൂസലിൽ താമസിച്ചു വരവേ മൂസലിൽ ദേറായിയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് കിടക്കുന്നുണ്ട്. ആ ദേറായിലേക്ക് വരുന്നവർക്ക് കാൽനടയായി വരുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കല്ലായിരുന്നു അത്. പലവട്ടം റമ്പാച്ചന്മാരും പലരും ആ കല്ല് അവിടെ നിന്നും ഒന്ന് ഉരുട്ടി മാറ്റുവാനായിട്ട് ശ്രമം നടത്തി. പക്ഷേ ഒത്തിരി ബലം പ്രയോഗിച്ചിട്ടും ആ കല്ല് അവിടെ നിന്ന് നീക്കുവാൻ അവർക്ക് സാധിച്ചില്ല. പരിശുദ്ധ പിതാവ് പ്രാർത്ഥന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവസരത്തിൽ ആ ദേറായിലുള്ള ഒരു പ്രായമുള്ള റമ്പാച്ചൻ പരിശുദ്ധ പിതാവിനോട് അപേക്ഷിച്ചു, ബാവാ, ഇവിടെ ഇങ്ങനൊരു കല്ല് കിടക്കുന്നുണ്ട്, മാറ്റുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. പരിശുദ്ധ ബാവ തൻ്റെ കയ്യിലിരിക്കുന്ന സ്ലീബായുമെടുത്ത് ആ കല്ലിനടുത്തേക്ക് നീങ്ങി ആ കല്ല് വാഴ്ത്തി അതിൻ്റെ അഗ്രഭാഗം ആ കല്ലിൽ സ്പർശിപ്പിച്ച് അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഉരുട്ടിക്കൊള്ളുക. കൂടെ ഉണ്ടായിരുന്ന റമ്പാച്ചന്മാർ അനായാസം ശക്തി ചെലുത്തിക്കഴിഞ്ഞപ്പോൾ ആ കല്ല് അവിടെ നിന്നും ഉരുണ്ട് മാറിപ്പോയി. സ്നേഹിക്കപ്പെട്ടവരെ, ഇത് അവിടെ ഉണ്ടായിരുന്ന അതിൽ സംബന്ധിച്ചതായ ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ കൊച്ചുമകൻ റമ്പാച്ചൻ എന്നോട് പങ്കിട്ടിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ പരിശുദ്ധന്മാരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളായിട്ട്, പ്രത്യക്ഷത്തിലുള്ള അനുഗ്രഹങ്ങളായി, അത്ഭുതങ്ങളായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലങ്ങളിൽ പ്രഭ പോലെയും അനേകരെ നീതിയിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയും ആയിരിക്കും. അവർ ആകാശത്ത് പ്രഭയാണ്. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ജീവിക്കുന്ന മനുഷ്യ സൃഷ്ടിക്ക് പ്രകാശത്തിൻ്റെ കിരണങ്ങൾ നൽകി, പ്രത്യാശയുടെ കിരണങ്ങൾ നൽകി നമുക്ക് സ്വാന്തനമരുളുന്ന, ആശ്വാസമരുളുന്ന പ്രഭയുടെ കേദാരങ്ങളായി, പ്രഭയുടെ മണ്ഡലങ്ങളായി അവർ നിലകൊള്ളുകയാണ്. അവർ മനുഷ്യനെ നീതിയിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്. കാരണം അവരുടെ ജീവിതം നീതി പൂർണ്ണമായിരുന്നു. നീതിക്ക് വിധേയപ്പെട്ട് സത്യത്തിൽ നിലനിന്ന് അവർ അവരുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ കാഴ്ചവെച്ചു. പരിശുദ്ധനായ ബാവ സഭയുടെ, സുറിയാനി സഭയുടെ പാത്രക്കീസായി സഭയെ മേച്ചു ഭരിച്ചതായ കുർക്കുമതേറ എത്രയോ പരിപാവനമാണ്. അനേക വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ, പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട ബലിപീഠത്തിൽ വിശുദ്ധനായ മോർ ഹാനിനിയായുടെയും മോർ ഔഗേൻ്റെയും തിരുശേഷിപ്പുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനേക പാത്രക്കീസ് ബാവമാരുടെ കബറിടങ്ങളുണ്ട്. 12,000-ഓളം എണ്ണപ്പെട്ട വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ അവിടെയുണ്ട്. എണ്ണപ്പെടാത്ത വിശുദ്ധന്മാർ എത്രയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പ്രകാരമുള്ള ഒരു അനുഗ്രഹീത സ്ഥലത്താണ് ആ പരിശുദ്ധ പിതാവ് താമസിച്ച് തൻ്റെ ബാല്യകാലം മുതൽ പ്രധാന ആചാര്യത്വം തുടർന്ന് പരിശുദ്ധ സഭയുടെ പരമമേലധ്യക്ഷൻ എന്നുള്ള സ്ഥാനം വരെയും അദ്ദേഹത്തിൻ്റെ ജീവിത നാളുകൾ ചിലവഴിച്ചത്. സ്നേഹിക്കപ്പെട്ടവരെ, ആ പരിശുദ്ധൻ്റെ ഓർമ്മ, മധ്യസ്ഥത നമുക്ക് കൂട്ടും കാവലുമായിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് ഇന്ന്
പരിശുദ്ധ സുറിയാനി സഭയിലെ അനേക ദേവാലയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ സ്ഥിതി ചെയ്യുന്ന കബറിടങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പരിശുദ്ധ ബാവായുടെ 40-ാം അടിയന്തര ദിവസം തന്നെ വലിയൊരു അത്ഭുതം നടന്നില്ലേ? അന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയോടനുബന്ധിച്ച് ഭക്ഷണമുണ്ടാക്കുവാൻ എണ്ണ തികയാതെ വന്നു. ജനമെല്ലാം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എണ്ണപ്പാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകിയത് കണ്ടവർ ഇന്ന് ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ അനേകരില്ലേ? എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധന്റെ പെരുന്നാളിന് ഇതുപോലെ ആളുകൾ ഓടിക്കൂടുന്നത്? ആ വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജീവിത വിശുദ്ധി കൊണ്ട് തന്റെ ജീവിതത്തെ പരിശുദ്ധ സഭയെ ധന്യമാക്കിയ പിതാവാണ്. അനേക ആളുകൾക്ക് ഈ കബറിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കുന്നു, രോഗശാന്തി ലഭിക്കുന്നു, സാമ്പത്തിക ക്ലേശങ്ങൾ നീങ്ങിക്കിട്ടുന്നു, പല വിധത്തിലുള്ളതായ അനുഗ്രഹത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. ഈ വർഷത്തെ തീർത്ഥയാത്ര പോരുമ്പോഴും മലയക്കുരിശ് ദേറായിൽ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമുണ്ട്. മലയക്കുരിശ് ദേറായുടെ താഴെ സൺഡേ സ്കൂൾ ഓഫീസിനും കോൺവെന്റിനും മലയക്കുരിശ് ദേറായ്ക്കും ഇടയിലായി പാടത്തിന്റെ കരയിൽ ഒരു കുരിശുപള്ളി കാണാം. ആ കുരിശുപള്ളി മലയക്കുരിശ് ദേറായിക്ക് പണിത് തന്നിട്ടുള്ള ഒരു കുരിശുപള്ളിയാണ്. എരമത്ത് മത്തായി ചേട്ടൻ ആ കുരിശുപള്ളി പണിത് ദേറായിക്ക് തരുന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ കുരിശുപള്ളി ഇരിക്കുന്നതായ സ്ഥലത്ത് മഹാപരിശുദ്ധനായ മഞ്ഞിനിക്കര കാലം ചെയ്ത പരിശുദ്ധനായ ഓമല്ലൂർ ബാവ പുത്തൻ കുരിശുപള്ളി സന്ദർശിച്ച് 1931 മലയക്കുരിശ് ദേറ സന്ദർശിപ്പാനായി കാൽനടയായിട്ട് നടന്നു വരികയാണ്. ആ പരിശുദ്ധനതിലെ കടന്നു വന്നപ്പോൾ അവിടെ സമീപത്ത് താമസിക്കുന്ന എരമത്തെ മത്തായി ചേട്ടൻ തന്റെ വീടിന്റെ താഴെ തോടിന്റെ കരയിലായി പാടത്തോട് ചേർന്ന സ്ഥലത്ത് 1 സെന്റ് സ്ഥലം നന്നായി വൃത്തിയായി ചെത്തി കിളച്ച് വൃത്തിയാക്കി അതിലെ പുല്ലെല്ലാം കളഞ്ഞ് അതിൽ പടുത വിരിച്ച് അതിലൊരു കസേരയിട്ട് ആ കസേരയിൽ വെള്ളം വിരിച്ച് സൂക്ഷിച്ചു. ബാവാതിരുമേനി നടന്നു വരുന്ന വഴിയാ. ചെറിയ ക്രമീകരണം കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന പിതാക്കന്മാരോട് ബാവ ചോദിച്ചു, ഇത് നമുക്ക് വേണ്ടി ക്രമീകരിച്ചതാണെന്ന് തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഉടനെ കൂടെയുണ്ടായിരുന്ന അന്ന് പരിശുദ്ധ പാത്രീസ് ബാവായുടെ കൂടെ ആയിരുന്ന ഔഗേൻ തീമോത്തിയോസ് മെത്രാപ്പോലീത്ത ബാവായോട് ഇങ്ങനെ പറഞ്ഞു, ഈ വീട്ടിലെ മത്തായി എന്ന് പറയുന്ന ആൾക്ക് അത് അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഈ വീട്ടിലെ മത്തായി എന്ന് പറയുന്ന ആൾക്ക് ബാവായോടൊരു സങ്കടം ബോധിപ്പിക്കുവാനുണ്ട്. ഔഗേൻ തീമോത്തിയോസിന്റെ അമ്മ വീടാണ് അവിടെയുള്ളത്, സ്വന്തത്തിൽപ്പെട്ട കുടുംബമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വലിയ സങ്കടം തീർക്കുവാൻ ഔഗേൻ തീമോത്തിയോസ് മെത്രാച്ചന് സാധിച്ചില്ല. അന്ത്യോഖ്യയുടെ പാത്രിക്കീസ് ബാവായോട് ആ സങ്കടം പറയുവാനായി അദ്ദേഹം തയ്യാറായി. പരിശുദ്ധ പാത്രിക്കീസ് ബാവ എഴുന്നള്ളി വന്ന കസേരയിൽ ഇരുന്നിട്ട് മത്തായിയോട് ചോദിച്ചെന്ത് വേണം. ഔഗേൻ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത തർജ്ജമ ചെയ്ത് കൊടുത്തു. മത്തായി കണ്ണുനീരോടെ മുട്ടിന്മേൽ വന്ന് പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ മുൻപിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു. ഉടനെ ബാവ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അബ്രാഹാമിന് വാർദ്ധക്യത്തിൽ മക്കളെ നൽകിയ ദൈവം നിനക്കും വാർദ്ധക്യത്തിൽ മക്കളെ നൽകും. ആ വാക്കുകൾ അച്ചട്ടായിട്ട് ഫലിച്ചു. പിറ്റേ വർഷം അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു. മത്തായി ചേട്ടൻ അന്ന് കാണുന്നതിനേക്കാൾ വാർദ്ധക്യമെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി. ആ മകൻ ഏലിയാസ് എന്ന് പേർ വിളിച്ചു. ഏലിയാസ് തുടർന്ന് പുരോഹിതനായി അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലെ ഡാർലസ് പള്ളിയുടെ വികാരിയാണ്. പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ അനുഗ്രഹം ലഭിച്ച ഒരു കുടുംബമാണത്. അന്ന് ബാവ ഇരുന്നതായ സ്ഥലത്ത് അവരൊരു കുരിശുപള്ളി പണി തീർത്ത് അത് മലയക്കുരിശ് ദേറായിക്ക് സംഭാവനയായി തന്നു. കാരണം മലയക്കുരിശ് ദേറ അന്ത്യോഖ്യ സിംഹാസനത്തിന്റെ വകയാണ്. അതുകൊണ്ട് ദേറായിലേക്ക് ആ സ്ഥലം എഴുതി കൊടുത്തു. ബാവ ഇരുന്ന കുടുംബത്തെ അനുഗ്രഹിച്ച സ്ഥലത്ത് ആ കുടുംബത്തിൽ തുടർന്ന് തോമസും യാക്കോബും എല്ലാം ബാവായുടെ അനുഗ്രഹത്തിന്റെ ഫലമായുണ്ടായ മക്കളാണ്. ഇന്ന് അനുഗ്രഹമുള്ള ഒരു തലമുറയായി, ഒരു കുടുംബമായി ആ ദേശത്ത് എരമത്ത് കുടുംബം സ്ഥിതി ചെയ്യുന്നു. ഞാനിത് ഓർമ്മിപ്പിച്ചത്, സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ ഇതുപോലെ കടന്നു ചെന്ന ഓരോ പ്രദേശങ്ങളിലും ഓരോ വിധത്തിലുള്ളതായ അനുഗ്രഹങ്ങളെ കൊടുത്തിട്ടുണ്ട്. ബാവാതിരുമേനി വടക്കൻ പ്രദേശത്തുള്ളതായ സന്ദർശനം അവസാനിപ്പിച്ച് കോട്ടയത്ത് വന്ന് പുഴയുടെ കരയിൽ നിൽക്കുമ്പോൾ ഏറ്റവും സുപ്രസിദ്ധ പ്രാസംഗികനായ കെ ടി സക്കറിയ കോർപ്പിസ്കോപ്പാച്ചൻ നമ്മിൽ നിന്ന് കടന്നുപോയി. അദ്ദേഹം ഷെമാശനായിട്ട് ബാവായോട് കൂടെയുണ്ട്. അഭിനന്ദ മീഖായേൽ തിരുമേനിയുടെ ഷെമാശനായിരുന്നു.
ആ സമയത്ത് ബാവാ തിരുമേനി കോട്ടയത്ത് നാഗമ്പടത്ത് പാലം തീർന്നിട്ടില്ല. കാലത്ത് 1931 അവസാന സമയങ്ങളിൽ ആ പാലത്തിന്റെ ആ പുഴയുടെ കരയിൽ വന്നു നിന്നപ്പോൾ വളരെ പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു. എത്രയും ബഹുമാനപ്പെട്ട KT സക്കറിയാച്ചൻ ആരക്കുന്നമ്പള്ളിയുടെ മദ്ബഹായിൽ നിന്ന് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആകാശം കറുത്തിരുണ്ടു, മഴത്തുള്ളികൾ ഒന്നായി താഴെ വരുവാൻ തുടങ്ങി. ബാബ സന്തോഷത്തോടുകൂടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നല്ല മഴ വരുന്നു. മഴയില്ലാത്ത ഒരു നാട്ടിൽ നിന്ന് വന്ന പരിശുദ്ധ പിതാവിന് വേനൽക്കാലത്തിന്റെ ചൂട് സഹിക്കാൻ പാടില്ലാത്ത കാലത്ത് ഒരു മഴ പെയ്യുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷമായിട്ട് ബാബ പറഞ്ഞു, ഇതാ മഴ വരുന്നു. ഉടനെ കൂടെ ഉണ്ടായിരുന്ന മെത്രാച്ചന്മാരും അച്ഛന്മാരും പുഴയുടെ അക്കരെ ചൂണ്ടിക്കാണിച്ചു. മണർകാട് പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ പാണമ്പടി പള്ളിയിൽ നിന്നും തിരുവാർപ്പ് പള്ളിയിൽ നിന്നും തുടങ്ങിയുള്ളതായ പ്രദേശത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നും ആളുകൾ മുത്തുകൊടകളും കുരിശുമെല്ലാമായിട്ട് ബാവായെ സ്വീകരിപ്പാൻ വന്ന് നിൽക്കുകയാണ്. അവര് പറഞ്ഞു, ഇല്ല മോറാനെ, ഇപ്പോ മഴ പെയ്യരുത്. ആ ജനം ബാവായെ സ്വീകരിപ്പാൻ പ്രതീക്ഷയോടുകൂടെ നിൽക്കുന്നു. ഇപ്പോഴൊരു മഴ പെയ്താൽ അവര് ദുഃഖിതരാകുമെന്ന് പറഞ്ഞു. ഉടനെ ബാബ ചെയ്തത് കൂടെയുള്ള ജനം മുഴുവൻ കണ്ടുനിന്നു. എത്രയും ബഹുമാനപ്പെട്ട KT സക്കറിയാച്ചൻ അന്ന് ഷമ്മാശനായിട്ട് കൂടെ നിന്ന് കണ്ടതാണ്. ആ സാക്ഷ്യമാണ് അദ്ദേഹം പറഞ്ഞത്. ബാബ തന്റെ സ്ലീബായി ഉയർത്തി ആകാശത്തെ കാണിച്ചിട്ട് സുറിയാനിയിൽ 2 വാക്കുകൾ പറഞ്ഞു. ലോ മെത്രോ, മഴയരുത് എന്ന് പറഞ്ഞു. താഴേക്ക് വന്നതായ മഴത്തുള്ളികൾ അവിടെ നിന്നുപോയി. ആകാശത്ത് നിന്ന് പിന്നെ ഒരു തുള്ളി മഴ പോലും താഴേക്ക് വന്നില്ല. മഴയരുത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നുപോയി. കാരണം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോൽ പ്രാപിച്ചവനാണ് അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസായ മോറാൻമാർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ ബാവ. പ്രകൃതിയെയും പ്രകൃതി ശക്തികളുടെ മേലും അവന് സ്വർഗത്തിൽ അധികാരം ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ആ അധികാരമുള്ളത് കൊണ്ടാണ് ഇന്നും ജനം എപ്പോഴും പരിശുദ്ധ മോറാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കബറിങ്കിലേക്ക് ഓരോ വർഷവും ഒന്നിനൊന്ന് കൂടുതലായിട്ട് നടന്നു വരുന്നത്, ഒന്നിനൊന്ന് കൂടുതലായി പ്രാർത്ഥനയ്ക്ക് എത്തിച്ചേരുന്നത്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോൽക്കാരനായ അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസ് പ്രകൃതിയുടെ മേലും പ്രകൃതി ശക്തികളുടെ മേലും ഏതു തരത്തിലുള്ളതായ വേദന അനുഭവിക്കുന്ന ആളുകൾക്കും അനുഗ്രഹങ്ങളെ കൊടുക്കുവാൻ പ്രാപ്തനാണെന്ന് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അന്ത്യോഖ്യ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ രക്തം തിളയ്ക്കുന്നതും നമ്മൾ ആ ബന്ധത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നതും. അവിടെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോലുണ്ട്. പരിശുദ്ധ സഭയിലെ പരിശുദ്ധനായ മോറാൻമാർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ ബാവ മനസ്സ് വിഷമിച്ച് കഴിയുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അവിടുന്ന് കർത്താവിനും കർത്താവ് അങ്ങയിലും വസിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്ത കലവറക്കാരാം പാപികളായ ഞങ്ങൾ കരുണയ്ക്കും പാപമോചനത്തിനും അർഹരാകുവാനും അവിടുത്തെ തിരുശേഷിപ്പുകളുടെ ശക്തിയാൽ സഹായം പ്രാപിപ്പാനും പരിശുദ്ധ ബാവ അവിടുത്തെ പോലെ പുണ്യജീവിതം നയിപ്പാനും അവിടുന്ന് ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസത്തിൽ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുവാനും എന്നേക്കും ദൈവകരുണയും നടത്തിപ്പും ഞങ്ങൾക്കുണ്ടാകുവാനുമായി ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കണമേ. തന്റെ ധന്യമായ ജീവിതം സാക്ഷ്യം കൊണ്ട് തന്റെ നാഥനായ മശിഹായെ പ്രസാദിപ്പിച്ച പരിശുദ്ധ മോറാൻമാർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ ബാവായെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ഇടയന്മാരുടെ ഇടയനായ പരിശുദ്ധ ബാവായെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ വാതിലും രോഗികൾക്കും വിവിധ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവർക്കും ആശാകിരണമായിരിക്കുന്ന പരിശുദ്ധ ബാവായെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. Morignathos Elias Plisoyo Abuntu Bono
Shubhahoradayito Isgado muriyo Tugalono dila Dukharono dilo